ആ മനുഷ്യൻ വന്ന് കർത്താവിൽ മാത്രം ഈ അധികാരം നിന്നില്ല. കർത്താവ് അത് ശിഷ്യവൃന്ദങ്ങൾക്ക് കൈമാറി. നമുക്ക് വായിക്കണം. സ്തോത്രം. 1-2 വാക്യം വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. തനിക്ക് ബോധിച്ചവരെ. നാട്ടുകാരെ ഒന്നും നാട്ടുകാർക്കൊന്നും നിന്നെ ബോധിച്ചില്ല, പക്ഷെ കർത്താവിന് നിന്നെ ബോധിച്ചു. അടുത്തിരിക്കുന്ന നോക്കി വെച്ചാൽ നിന്നെ ദൈവത്തിന് ബോധിച്ചെന്ന് പറ. ചിരിച്ചോണ്ടൊക്കെ പറ, നിന്നെ കർത്താവിന് ചൊല്ലി പറഞ്ഞില്ല. എനിക്ക് എന്നെ തന്നെ പിടിക്കാതെ നിൽക്കുക, ആ നിന്നെ ദൈവത്തിന് ബോധിച്ചെന്ന്. തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. നിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിൽ പണ്ഡിതനും പാമരനും കുബേരനും കുചേലനും ഒക്കെ ഉണ്ട്. അവൻ വിസ്കിയും ബ്രാൻഡിയും കുടിച്ച് കൂത്താടുമ്പം നിനക്ക് ബൈബിളും പിടിച്ചോണ്ട് അവന്റെ മുമ്പിൽ കൂടെ പോകാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്നാലും ബാറ് പോലാ വീട്. എന്തുവാ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പം എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു അവിടെ അച്ഛനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ. എന്നോട് കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞു ബാറിൽ നിന്നാ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. എന്തുവാ? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ചെവി ചോദിച്ചു, അച്ഛൻ കുടിക്കുവോ? ഞാൻ കുടിച്ചിട്ടില്ല. പക്ഷെ ദൈവം പറയുന്നില്ല ബാറിൽ നിന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മഹിളാ സമാജത്തിന്റെ സെക്രട്ടറിയാ. അപ്പൊ ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി കുടി? ഞാൻ നല്ല നസ്രാണി കുടുംബത്തിൽ പിറന്നവളാണ്, ഞാൻ കുടിക്കും. അച്ഛൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥിക്കാൻ നിർത്തിയ കബോർഡ് തുറന്ന് കാണിച്ചു. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, ഒരു ബാറ് പോലെ. മിണ്ടുന്നില്ല. ഇപ്പൊ നല്ല നസ്രാണിയായിട്ട് കുടിക്കുമെന്ന നമ്മള് മിണ്ടുന്നില്ല. അങ്ങനെ കുടിക്കുന്ന നസ്രാണിയുടെ മുമ്പിൽ കൂടെ തിരുവചനം മാറോട് ചേർത്ത് നടക്കാൻ നിന്നെ അവര് ബോധിച്ചല്ലോ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനി എന്താ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ദൈവത്തിന് നിന്നെ എന്ത് ചെയ്തു? ബോധിച്ചു. എന്തുവാ? ദൈവത്തിന് നിന്നെ ബോധിച്ചു. പിന്നെ വായിച്ചു. അവർ അവന്റെ അരികെ വന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും. വിളിച്ചത് എന്തിനാണെന്നറിയാം? തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഗഹനമായ ഒരു കാര്യം പറയാം. ബൈബിളിൽ യേശു പല ഭാഗത്ത് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ എഴുതിയേക്കുന്നവരുണ്ട്, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇനി ഇച്ചിരുടെ ഗഹനമായി പറയാം. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നടമാടുന്നത് സാത്താന്യ പ്രവർത്തികളാണ്. ആ പ്രവൃത്തിയെ തകർക്കുന്നതാണ് നിങ്ങളുടെ മേൽ പകരപ്പെട്ട അധികാരം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ എനിക്കെന്തോ ദൈവാത്മാവ് ഉറപ്പ് തരിക, നിന്റെ കൂടാരത്തിനകത്ത് എവിടെങ്കിലും ഒരു സാത്താന്യ പ്രവൃത്തി കുടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെ അഴിക്കാൻ ഇവിടെ ഒരു ദൈവാധികാരം ചലിക്കുക. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യുക.